ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. ബാങ്കിലെ റെക്കോർഡ്സ് റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. സിജോ വർഗീസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, എപ്പോൾ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്? നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. ഉച്ചയോടുകൂടി കെട്ടിടത്തിലേക്ക് തീ പടർന്നു എന്നാണ് നമുക്ക് ഈ ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത്. ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് പഴയ ഒരു ബിൽഡിങ്ങിലാണ്. ഈ കെട്ടിടത്തിന്റെ പിറകു വശത്ത് തീ കൂട്ടിയിരുന്ന് കത്തിച്ചതായും പറയപ്പെടുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഈ കെട്ടിടത്തിന്റെ പിറകുവശത്ത് തീ കൂട്ടിയിട്ട് കത്തിച്ചത് ഏതെങ്കിലും വിധത്തിൽ തീ പടരാൻ കാരണമായോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പഴയ റെക്കോർഡ്സ് എല്ലാം സൂക്ഷിച്ചിരുന്ന ആ ഒരു മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഇത് വിലപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ബാങ്കിനെ പ്രവർത്തനത്തെ ബാധിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടതല്ല. പഴയ രേഖകൾ, കാലാവധി കഴിഞ്ഞ രേഖകൾ സൂക്ഷിച്ച മാറ്റിവെച്ച ഒരു റൂമിന്റെ ഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നത് എന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന ഒരു വിവരം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ചില കാലങ്ങളായി ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ബാങ്ക് കൂടിയാണ്. ബാങ്ക് ലാഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബാങ്ക് പ്രസിഡന്റ് നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും ഈ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. മൂലമറ്റത്തു നിന്നും തൊടുപുഴയിൽ നിന്നുമായി 3 യൂണിറ്റ്, ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. കെട്ടിടത്തിന്റെ അകം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്ത് കയറി തീ അണയ്ക്കുക എന്നുള്ളതും ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇനി ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ശരി സിജോ.